അസ്സലാമു അലൈക്കും. ഞാനിന്നുള്ളത് നന്ദി ദാറുസ്സലാമിൻ്റെ കീഴിലുള്ള എജു വില്ലേജിലാണ്. ഈ എജു വില്ലേജിൻ്റെ പ്രത്യേകത നല്ല കാഴ്ചയാണ്. ഞാനിവിടുന്ന് കയറി വരുമ്പം തന്നെ ഒരു സഹോദരൻ എന്നെ മുജുക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. ഈ ഡ്രോപ്പ് ചെയ്ത തരം ഇതൊരു നാടൻ പ്രദേശമാണ്, കുഗ്രാമം എന്ന് പറയാൻ പറ്റും. ആ ഗ്രാമത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കെട്ടിടം മൊത്തത്തിൽ 20 ഏക്കറോളം സ്ഥലമുള്ളതാണ്. ആ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെയൊരു രീതിയിൽ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ്. ഇത് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. പിന്നെ ഇവിടെ പഠിക്കുന്ന മുത്തലിമീങ്ങൾ വെറും മുത്തലിമീങ്ങളല്ല, അവർ ഹാഫിളീങ്ങളാണ്. ഹാഫിളായവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. 350ഓളം ആൾക്കാർ ഇവിടെ ഹാഫിളുമാറായിട്ടുണ്ട്. അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ കൃഷി തന്നെ ഖുർആനിൽ പറഞ്ഞ 20ഓളം കൃഷികൾ ഇവർ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അതേപോലെ ഇതിന് ശേഷം അവർ പ്ലാൻ ചെയ്യുന്നത് മീൻ വളർത്തൽ. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ ഇതാക്കുന്നുണ്ട്. ഇത് ചെടിയാണ് ഞാൻ കാണിച്ചത്. ഇത് കൂടാതെ തന്നെ ഇവർ എല്ലാ ആഴ്ചയും 300-ൽ കൂടുതൽ ഖത്മുകൾ ഇവർ പാരായണം ചെയ്യുന്നുണ്ട് ഒരാഴ്ച. ഇവർ ഹാഫിളീങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ദർസ് പഠിക്കുന്നവരാണ്. കിതാബോധി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവർ ബിരുദം എടുക്കാൻ പോകും. തർക്കവി എന്ന് പറഞ്ഞ ബിരുദം ഉണ്ടാവും. അതുകൂടാതെ ഇവരെന്ത് ചെയ്യും, ഹൈത്തമിയാവുന്നവർക്ക് ഹൈത്തമിയാകാം, ദാരിമിയാവുന്നവർക്ക് ദാരിമിയാകാം. ഇവർ എല്ലാ സമയത്തും ഓത്താണ്, അതായത് എല്ലാ നേരത്തും ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം ഇങ്ങനെയുള്ള നിസ്കാരത്തിൻ്റെ ഇടയിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നു 10-20 പേജൊക്കെ ഓതുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവർ ഒരാഴ്ച കൊണ്ട് ഒരു ഖത്മ് പൂർത്തിയാക്കുന്നു. ഒരാൾ 350 ആളുണ്ട്. എന്നിട്ട് ഈ 350 ആളെ വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇതിന് പ്രാർത്ഥന നടത്തും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, നമ്മൾ ഈ ചുറ്റുപാടിൽ നമുക്കൊരു ഖത്മോതാൻ എത്ര പണിയാണ്. എല്ലാ ആഴ്ചയും 350 ഖത്മോതിയിട്ട് ഇവർ സബ്മിറ്റ് ചെയ്തിട്ട് ഇതിന് പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മളിവരെ പരിഗണിക്കേണ്ടതില്ല. ഇവരെല്ലാ ആഴ്ചയും നടത്തുന്നതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരണി കൊടുത്തുകൊണ്ട് ഇവരെ സഹായിക്കാം. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഷക്കീർ ഹൈത്തമി കീച്ചേരിയാണ്. അവരാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ. ഇതിൻ്റെ മെയിനായിട്ടുള്ളത് നന്ദി ദാറുസ്സലാം ആണെങ്കിലും ഇവിടുത്തെ പ്രിൻസിപ്പൾ ഷക്കീർ ഹൈത്തമി ഉസ്താദാണ്. അതുകൂടാതെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഉസ്താദുമാരുണ്ട്. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടട്ടെ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.